ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ടെക് ടോക്സ്. ഗൂഗിളിൻ്റെ പുതിയ OSനെ കുറിച്ച് കേട്ടിരുന്നോ? ആൻഡ്രോയിഡിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന OS ആണെന്നാണ് റൂമേഴ്സ്. ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗൂഗിൾ ഒരു കിടിലൻ അനൗൺസ്മെൻറ്റ് നടത്തിയത്. ഗൂഗിളിൻ്റെ ഒരു പുതിയ OS. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൂഗിളിൻ്റെ ആദ്യത്തെ OS ആൻഡ്രോയിഡ് ലോകത്തെങ്ങും വളരെ വാസ്റ്റായി ഉപയോഗിക്കുന്ന OS ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ OS ക്രോം OS ലാപ്ടോപ്സിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള OS ആയി നിലനിൽക്കുന്നു. ഇപ്പോൾ ഇതിന് രണ്ടിനും ശേഷം ഗൂഗിളിൻ്റെ പുതിയ OSനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗൂഗിൾ ഫ്യൂഷ്യ OS. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നല്ലേ? ഇത് പൂർണ്ണമായും IoT ഡിവൈസുകളെ ടാർഗറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഈ OS ആദ്യമായി നമ്മുടെ മുമ്പിൽ എത്തുന്നത് ഗൂഗിൾ ഹോം ഡിവൈസായ നെസ്റ്റ് ഹബിലൂടെ ആയിരിക്കും. എന്നാൽ ഈ OS ഇപ്പോഴും ഇതിൻ്റെ ഏർലിയർ സ്റ്റേജിൽ തന്നെയാണ്. ഗൂഗിൾ പറയുന്നത് വരും നാളുകളിൽ ഇതിൻ്റെ കൂടുതൽ ഡിവൈസുകൾ കാണാൻ സാധിക്കുമെന്നാണ്. ആദ്യമൊക്കെ വന്ന റൂമേഴ്സിൽ ആൻഡ്രോയിഡിനെ റീപ്ലേസ് ചെയ്യാൻ വരുന്നതാണ് ഗൂഗിൾ ഫ്യൂഷ്യ OS എന്നാണ് വന്നിരുന്നത്. ബട്ട് അത് വെറും റൂമേഴ്സ് മാത്രമാണ്. ബട്ട് അത് ഇപ്പോൾ തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് ഗൂഗിളിൻ്റെ റിപ്പോർട്ട്സ്. ഗൂഗിൾ ഫ്യൂഷ്യ OSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ലിനക്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതല്ല എന്നുള്ളതാണ്. അത് ഗൂഗിളിൻ്റെ തന്നെ സ്വന്തം മൈക്രോ കേർണൽ സെർക്കോണിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. അതുമൂലം ഗൂഗിളിന് ഈ OSൽ ഫുൾ പവറും കൺട്രോളും കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ OS ഗൂഗിളിൻ്റെ ഒരു ഇൻട്രാ ഓപ്പറബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉപയോഗിക്കാൻ സാധിക്കും, ഇൻക്ലൂഡിംഗ് ഇൻ ലാപ്ടോപ്സ്, മൊബൈൽ, ഗെയിം കൺസോൾ ആൻഡ് അതർ IoT ഡിവൈസസ്. ഗൂഗിളിൻ്റെ അപ്ഡേറ്റ്സ് പ്രകാരം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു സെപ്പറേറ്റ് ആപ്പ് സ്റ്റോർ തന്നെ ഉണ്ടാകും. തുടക്കത്തിൽ ഫ്ലട്ടർ ഉപയോഗിച്ചായിരിക്കും ഫ്യൂഷ്യ OSൽ ആപ്സ് ഉണ്ടാക്കാൻ സാധിക്കുക. ടു നോ മോർ അബൌട്ട് ദിസ്, ഡു കമന്റ് ഇൻ ദ കമന്റ് ബോക്സ് and like, share and subscribe our channel. Thank you for watching.